അതെ, ദൈവത്തെ ഞാൻ കണ്ടില്ല. പക്ഷെ നീ ആരാണ്? യേശു, നീ ഏത് കൊടുങ്കാറ്റാണോ എന്റെ ജീവിതത്തിലേക്ക് അടിച്ചുവിട്ടത്, അതേ കൊടുങ്കാറ്റിനാൽ തന്നെ നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കും. യേശു! മാരിയ, ഇത് ശരിയാവില്ല. നീ എന്റെ ഏട്ടത്തിന്റെ അടുത്ത് നിന്ന് മാറി താമസിക്കുന്ന കാര്യമാണോ പറയുന്നത്? നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം? ഞാൻ പറയുന്നതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. നന്നായി ആലോചിച്ച് തന്നെയാണ് പറയുന്നത്. ആദ്യം മിസ്രൈമിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്നു. പിന്നെ ഇപ്പോ ഇവിടെയുള്ള ആളുകൾ നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം യേശുവിന് സഭയിൽ വെച്ച് റബ്ബി ഗുരുവിനോട് അനാദരവ് കാണിച്ചിരിക്കുന്നു. അങ്ങ് തന്നെ പറയും, ഇനി നമ്മൾ എത്ര നാൾ അവന്റെ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മാരിയ, ശാന്തിയാകെ, നമുക്കൊന്നും സംഭവിക്കില്ല. നീ ഏത് കുടുംബത്തെയാണോ കുറ്റപ്പെടുത്തുന്നത്, നീയും ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. നിനക്ക് എന്താ സംഭവിച്ചത്? നീ ഒന്ന് ആലോചിക്കുക. എന്റെ കയ്യിൽ നിന്ന് വിട്. നിമിഷ നേരം കൊണ്ട് അങ്ങ് എന്നെ കുറ്റക്കാരിയാക്കി അല്ലേ? ഞാൻ എന്റെ ഭർത്താവിനും മക്കളോടും ഒപ്പം സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് തെറ്റാണുള്ളത്? ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരൂ. എനിക്കിനി ഈ വീട്ടിൽ താമസിക്കണ്ട. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞതാ. ഏട്ടത്തി വളരെ വിഷമത്തിലാണ്. ഞാൻ ഏട്ടത്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. സഹോദരന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഏട്ടത്തി, എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തിക്ക്. ദൈവത്തിന്റെ പുത്രൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? നമുക്കൊരു പക്ഷെ അറിയാൻ കഴിയില്ല. കാര്യങ്ങൾ വഷളാവുകയാണെങ്കിൽ അതെല്ലാം നേരെയാക്കാനായി നമ്മുടെ മകൻ എന്തെങ്കിലുമൊക്കെ വഴികൾ കണ്ടെത്തിയിരിക്കും. അപ്പോ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. യേശു ഇപ്പൊ ഉറങ്ങിയായിരിക്കില്ലേ? നമുക്ക് നാളെ നോക്കാം എന്താ സംഭവിക്കാന്ന്. അമ്മേ, എനിക്ക് ഈ ഉടുപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മ എന്റെ ജന്മദിനത്തിന് വേണ്ടി തന്നതല്ലേ? ഞാൻ സുന്ദരനായിട്ടുണ്ടോ? സുന്ദരനായിട്ടുണ്ട്. അതെ മോനെ, ഞങ്ങളുടെ മുന്നിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വന്ന് നിൽക്കുന്നത് പോലെയാണ്. നമ്മളെന്തിനാ ജന്മദിനം എന്ന് പറയുന്നത്? ജന്മരാത്രി എന്നല്ലേ പറയേണ്ടത്? ദേ നോക്ക്, എപ്പോ ഒരു പെരുന്നാളോ ഉത്സവമോ ഒരു മാസം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് എന്താ? 30 ദിവസം കഴിഞ്ഞാണ് വരികയെന്നല്ലേ? 30 രാത്രിയാണെന്ന് ഒരിക്കലും പറയാറില്ലല്ലോ. അതുപോലെ നമ്മൾ ദിവസത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും രാത്രി കൂടി ചേർത്തായിരിക്കും പറയുക. മനസ്സിലായോ? പറഞ്ഞത് ശരിയാ. ഞാനങ്ങനെ ചിന്തിച്ചതേയില്ല. ഞാനും ഇപ്പോഴെങ്ങനെ ചിന്തിച്ചത്. അമ്മയല്ലേ പറഞ്ഞത് ഞാൻ ജനിച്ചത് രാത്രിയിലാണെന്ന്? അതെ മോനെ, നീ ജനിച്ചത് രാത്രിയാണ്. എന്നാൽ പിന്നെ എന്റെ ജന്മരാത്രി എന്ന് വെച്ചാൽ ജന്മദിനം ഇപ്പോൾ ആയി കാണുമല്ലേ? ജന്മദിന ആശംസകൾ. ജന്മദിനാശംസകൾ. എങ്കിൽ പിന്നെ ഉറങ്ങും മുൻപ് ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞിട്ട് വരാം എന്റെ ജന്മദിനം തുടങ്ങിക്കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും പുറത്ത് കാണാം കേട്ടോ? സമ്മതിച്ചു. ഇത് കുറച്ച് അധികമാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ വയ്യെങ്കിൽ ജ്യേഷ്ഠനോടും മേരിയോടും ഞാൻ സംസാരിച്ചോളാം. എല്ലാത്തിനും ഒരു അതിരൊക്കെ ഇല്ലേ? മോനെ യേശു,
നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? അമ്മ പറഞ്ഞത് ഞാൻ ജനിച്ചത് പാതിരാത്രിയിലാണെന്നാ. അപ്പോൾ പിന്നെ എന്റെ ജന്മദിനം ഇപ്പോൾ തുടങ്ങിക്കാണുമല്ലോ. അതിനിപ്പോ എന്താ? ജന്മദിനമാകുമ്പോൾ ഞാൻ മുതിർന്നവരുടെ അനുഗ്രഹമല്ലേ വാങ്ങേണ്ടത്? അതെ മോനെ. എനിക്കറിയാം, അറിയാതെയാണെങ്കിലും ചെറിയമ്മയെ ഞാൻ വിഷമിപ്പിച്ചുവെന്ന്. എന്റെ തെറ്റിന് എന്നോട് ക്ഷമിക്കില്ലേ ചെറിയമ്മേ? എങ്കിലെന്നെ അനുഗ്രഹിച്ചാലും, എങ്കിലെനിക്ക് കൂടുതൽ നന്നായി പരമപിതാവിനെ സേവിക്കാൻ കഴിയണമെന്ന്. സന്തോഷോട്ടിരിക്കേ. നിങ്ങൾ ആരും ഇപ്പോൾ ഉറങ്ങരുത്. നമുക്ക് പുറത്തു പോയി എന്റെ ജന്മദിനം ആഘോഷിക്കാം. ഞാൻ ജ്യേഷ്ഠനെയും ചോട്ടൂനെയും ആശയം വിളിച്ചിട്ട് വരാം. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അവനോട് ക്ഷമിച്ചിട്ടൊന്നുമില്ല. അവന് തിരുത്താനായി ഒരു അവസരം നൽകിയെന്നേ ഉള്ളൂ. അനിയ, ഞാൻ വിചാരിച്ചത് ഏട്ടത്തി ഭയങ്കര ദേഷ്യത്തിലായിരിക്കുന്നു. സഹോദര, അങ്ങക്കറിയാമോ, യേശു മാരിയോട് മാപ്പു പറഞ്ഞ് അവളുടെ അനുഗ്രഹം ചോദിച്ചപ്പോ മാരിയുടെ ദേഷ്യം എല്ലാം അങ്ങ് പോയി. അതേതായാലും നന്നായി. നീ ഇരിക്കെ. ആ ശരി. ആ യാക്കോമോനെ, നീ ഈ പാതിരാത്രി ഇവിടെ എന്ത് ചെയ്യാ? ഗ്രാമത്തിൽ നടന്നതൊക്കെ ഓർത്തപ്പോ എനിക്ക് പെട്ടെന്ന് യേശുവിനെ കാണണോന്ന് തോന്നി. യേശുവിന്റെ സുരക്ഷയ്ക്കായിട്ടാ വന്നേ. അത് നന്നായി. വാ, ഇവിടെ ഇരിക്ക്. ശരി, ഇനി നിങ്ങൾ പറയൂ, യേശുവിന്റെ ജന്മദിനത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പായസം. മേരി ചെറിയമ്മേ, യേശുവിന്റെ പെരുന്നാളിന് നമുക്ക് പായസം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ആ പായസം മതിയാവോളം കുടിക്കാലോ. ജന്മദിനം യേശു ജ്യേഷ്ഠന്റെ അല്ലേ? അപ്പോൾ ജ്യേഷ്ഠനോടല്ലേ ചോദിക്കേണ്ടത്? കഥ. എനിക്ക് അമ്മയുടെ ഒരു കഥ കേൾക്കാൻ ആഗ്രഹമുണ്ട്. കഥയോ? ആ, എനിക്കും കേൾക്കണം. പക്ഷെ എന്ത് കഥയാ ചെറിയമ്മേ? ആ ചെറിയമ്മേ, ഏത് കഥയാ പറയാൻ പോകുന്നേ? ഇന്ന് ഞാൻ നിങ്ങൾ എല്ലാവരോടും ഒരു വിശേഷപ്പെട്ട കഥയാണ് പറയാൻ പോകുന്നത്. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും കഥ. അവർ ഈ ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും ഓമനത്വമുള്ള, ഏറ്റവും ശ്രേഷ്ഠനായ ഒരു കുഞ്ഞിന്റെ മാതാപിതാക്കളാകാൻ പോവുകയായിരുന്നു. ആ കുഞ്ഞ് ഈ ലോകത്തിന് മുഴുവനായുമുള്ള ദൈവത്തിന്റെ സമ്മാനമായിരുന്നു. ആ കുഞ്ഞ് ദയയുടെയും കരുണയുടെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശവുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഇന്നിപ്പോ അങ്ങനെ ഒരു കുഞ്ഞിന്റെ കഥ കേൾക്കാൻ മോനിഷ്ടമാണോ? എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള കഥ കേൾക്കാനാണ് ഇഷ്ടം. എങ്കിൽ ഇന്ന് നിന്റെ ജന്മദിനത്തിൽ ഞാൻ നിനക്ക് കഥ പറഞ്ഞു തരാം. രാവിലെ മുതൽ ഞാൻ ഈ ഭൂപടം നോക്കിയിരിക്കുന്നു. ആ ജ്യോതിശാസ്ത്രം പ്രകാരം ജനിച്ച കുട്ടി എവിടെയാണെന്ന് ഞാൻ തന്നെ ഇവന് പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എങ്കിലേ ഇവൻ പുറപ്പെടുകയുള്ളൂ. നസ്രത്ത്,
നസ്രത്തിലേക്ക് പോകൂ. ആ കുട്ടി എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും. സത്യസന്ധമായ ഹൃദയമുള്ളവരെ എന്റെ പാട്ടിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തയ്യാറാണ്. അമ്മ അപ്പോൾ കഥ പറയാൻ തുടങ്ങിക്കോളൂ. ശരി. 7 വർഷം മുൻപ് നീ എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആശീർവാദവുമായി കടന്നു വരാൻ പോവുകയായിരുന്നു. പക്ഷെ നീ ജനിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ജനസംഖ്യാ കണക്കെടുപ്പ് നടത്ത. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശരിയായ കണക്കെനിക്ക് വേണം. ഈ കണക്കെടുപ്പ് നടക്കുമ്പോ ആരെവിടെയാണോ ജനിച്ചത് ആ ദേശത്ത് തന്നെ ആയിരിക്കണം. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ആ സമയം നിന്റെ പിതാവ് ജനിച്ചത് എവിടെയാണോ അവിടേക്ക് പോകേണ്ടി വന്നു. പക്ഷെ എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും കാണാനായി 2 പേർക്കും ഒത്തിരി ധൃതിയായി. കൊടുങ്കാറ്റ് വീശിയടിച്ച കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്കൊരു ചെറിയ കാലിത്തൊഴുത്തിൽ അഭയം തേടേണ്ടി വന്നു. ആ കാലിത്തൊഴുത്തിൽ വെച്ച് ഈ ദിവസം കൃത്യം 12 മണിക്ക് എന്റെ മകൻ ജനിച്ചു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നിന്റെ ആ കുഞ്ഞു കൈകൾ കൊണ്ട് എന്റെ വിരലിൽ പിടിച്ച് എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്റെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. പിന്നെ എന്റെ ഈ കുഞ്ഞു വാവ അവന്റെ ആ കുഞ്ഞു കൈകൾ കൊണ്ട് എന്റെ കണ്ണുനീർ തുടച്ചു. പിന്നെ എന്താ ഉണ്ടായതമ്മേ? പിന്നെ നിന്റെ പിതാവും പിന്നെ ഞാനും ഞങ്ങൾ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്റെ ചെറിയച്ഛനും ചെറിയമ്മയും പിന്നെ നിന്റെ ഈ ജ്യേഷ്ഠനും ചേർന്ന് സ്വീകരിച്ചു. പിന്നെ അറിയാമോ, നിന്റെ പിതാവ് സ്വന്തം കൈകൾ കൊണ്ട് നിനക്ക് വേണ്ടി മനോഹരമായ ഒരു തൊട്ടിലുണ്ടാക്കിയിരുന്നു. പിന്നെ നിന്റെ മുത്തശ്ശി ഓടി ഓടി നിന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. ചെറിയമ്മയാണെങ്കിൽ നിന്നെ കണ്ട സന്തോഷത്തിൽ വീട് മുഴുവൻ അലങ്കരിച്ചു. എന്നിട്ട് നിന്റെ ജനനം ഒരു സന്തോഷമാക്കി തീർത്തു. എല്ലാം എത്ര നന്നായിരിക്കുന്നു. പിന്നെ എന്തിനാണ് അമ്മയുടെ ഗ്രാമം വിട്ട് നമ്മൾ മിശ്രമിലേക്ക് പോയത്? കാരണം ഹെറോദാവ് രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, നവജാത ശിശുക്കളെയെല്ലാം വധിക്കാനായിട്ട്. സേനാധിപ, എല്ലാ പിഞ്ചു പൈതങ്ങളെയും കൊന്നൊടുക്കൂ. എല്ലാത്തിനെയും കൊന്നൊടുക്കണം. പോകൂ. പക്ഷേ ഒരു രാജാവിന് ഇത്രയും ക്രൂരനാവാൻ കഴിയുന്നത് എങ്ങനെയാണ്? മോനെ, സ്നേഹത്തിനും കരുണയ്ക്കും ഒരുപാട് ശക്തിയുണ്ട്. അതിന് എല്ലാ തിന്മകളെയും മായ്ക്കാനാകും. ദൈവം ഞങ്ങൾക്ക് എത്ര സുന്ദരമായ ജീവിതമാണ് തന്നത്. ഈ ജീവിതം തന്ന നമ്മുടെ ദൈവത്തിന് നന്ദി പറയണം. പിന്നെ ഈ ലോകത്തിൽ നന്മ വരാനായി പരിശ്രമിക്കുകയും വേണം. എന്റെ ജനനത്തിന്റെ കഥ പിന്നെയും പറഞ്ഞു തന്നതിന് നന്ദിയുണ്ടമ്മേ. അമ്മ എന്റെ ജന്മദിനം കൂടുതൽ വിശേഷപ്പെട്ടതാക്കി. പിന്നെ നാളെ നിന്റെ പെരുന്നാളിന് വിരുന്നുണ്ടല്ലോ. ഓ, പിന്നെ രാത്രി മുഴുവൻ ഞാൻ വിരുന്ന് സ്വപ്നം കാണും. കിടന്നുറങ്ങിയാലല്ലേ നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കൂ. സമയം എത്രയെന്ന് കണ്ടില്ലേ? എല്ലാവരും എഴുന്നേക്ക്. ആ, എന്നിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങ്. യാക്കൂബ്, നീ ഇന്ന് ഇവിടെ കിടന്നോ? ശരി ശരിയമ്മേ. ശരി. യേശുജ്യേഷ്ഠ, അഥവാ മുൻപത്തെ പോലെ വീണ്ടും രാജാവ് കുട്ടികളെ കൊല്ലാൻ ഉത്തരവ് കൊടുത്താൽ എന്താ ചെയ്യാ? ഇനി അങ്ങനെ സംഭവിക്കില്ല ആശ്യ. ഇപ്പോഴല്ലേ അമ്മ പറഞ്ഞത്, സ്നേഹത്തിനും പിന്നെ കരുണയ്ക്കും എല്ലാ തിന്മകളും അകറ്റാനുള്ള ശക്തിയുണ്ടെന്ന്. പോകാം. ഇത് കുടിക്കുമോനെ.
എന്റെ മോനെ കാണുമ്പോഴൊക്കെ ദൈവം എന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചതായാണ് എനിക്ക് തോന്നാറുള്ളത്. നിന്റെ സന്തോഷത്തെക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നും തന്നെയില്ല. അമ്മേ, ഞാൻ എന്റെ ജന്മദിനത്തിൽ പരമപിതാവിനോട് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചോദിക്കണ്ടേ? തീർച്ചയായും ചോദിച്ചോളൂ മോനെ. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചോദിക്കും മോനെ. എന്റെ പിതാവേ, എന്റെ മകൻ എന്താവശ്യപ്പെട്ടാലും അത് സാധ്യമാക്കി കൊടുക്കണമേ. അതേ പിതാവേ, അങ്ങയുടെ മകനെ അങ്ങ് അനുഗ്രഹിക്കണമേ. എന്റെ യേശുജ്യേഷ്ഠൻ എത്ര നല്ലതാണ്. ദൈവം യേശുജ്യേഷ്ഠന്റെ എല്ലാ ആഗ്രഹവും പൂർത്തീകരിക്കട്ടെ. അതെ, യേശുവിനെ ഒരിക്കലും നിരാശനാക്കല്ലേ പ്രഭു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കൊപ്പം എന്റെ പ്രാർത്ഥനയും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്റെ പിതാവേ, യേശുവിന്റെ ആഗ്രഹങ്ങളൊക്കെയും സാധിച്ചു നൽകണേ. എന്റെ പരമപിതാവേ, എന്റെ ജീവിതം മുഴുവൻ സ്നേഹത്തിനും കരുണയ്ക്കുമായി ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചാലും ഒരിക്കൽ എനിക്ക് ഈ ലോകത്തിനു മുഴുവൻ സ്നേഹത്തിന്റെയും കരുണയുടെയും സന്ദേശം നൽകാൻ കഴിയണമെന്ന്. പിന്നെ ഈ ഭൂമി ഒരു സ്വർഗമായി തീരണം. എനിക്കതിനു വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും, എന്നെ ബലി കൊടുക്കേണ്ടി വന്നാൽ പോലും. ഇവന്റെ ഈ പ്രാർത്ഥന കേട്ട് എന്റെ മനസ്സ് പിടയാൻ കാരണമെന്താ? ഞാനിപ്പോൾ കണ്ട ദർശനം എന്താണ്? എന്റെ പിതാവേ, അങ്ങയുടെ മകനായി എന്ത് പദ്ധതിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ലോകത്തിൽ ശാന്തിയും സ്നേഹവും സമാധാനവും പരത്താൻ യേശുവിന് എന്ത് വിലയാണ് നൽകേണ്ടി വരിക? എനിക്ക് വിശ്വാസമുണ്ട്. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന പരമപിതാവ് എന്തായാലും സ്വീകരിക്കും. തീർച്ചയായും, തീർച്ചയായും യേശു. ദൈവം നിന്റെ ഈ സ്നേഹത്തിന്റെയും കരുണയുടെയും വികാരങ്ങൾ പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും ഈ സാത്താൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു. നിന്റെ ഈ ബലിയർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ആഗ്രഹം ഞാൻ തീർച്ചയായും പൂർത്തീകരിച്ചിരിക്കും. പിന്നെ എപ്പോ, എവിടെ, എങ്ങനെ ബലിയായി തീരണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത്രയും സന്തോഷം അനുഭവപ്പെടുന്നത്? തീർച്ചയായും എവിടെയോ ആരോ ദൈവപുത്രനായ യേശുവിനെതിരെ എന്തോ പദ്ധതി ഇടുന്നുണ്ട്. യേശു! കിട്ടി. ആ യേശുവിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി കിട്ടി. ഈ പഴഞ്ചൊല്ലുണ്ടാക്കിയവന് വളരെ ആലോചിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഉറയിൽ 2 വാളുകൾക്ക് ഇരിക്കാൻ കഴിയില്ല. ഈ ഗ്രാമത്തിൽ റബ്ബി ഗുരുവിന് മാത്രമാണ് അധികാരമുണ്ടായിരിക്കേണ്ടത്. നീ നശിച്ചിരിക്കണം. നീ ഇല്ലാതായ തീരൂ യേശു.
ഇതിൽ സമീപ രാജ്യങ്ങളിലുള്ള കുട്ടികളുടെയെല്ലാം വിവരങ്ങളുണ്ട്. അവർ സാധാരണ മനുഷ്യർ ചെയ്യാത്ത തരം എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തവരാണോ എന്നുള്ള വിവരവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഥ ആസ്വാദ്യകരമായി കൊണ്ടിരിക്കുന്നു. ഇയാൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ പല ആവർത്തി ചിന്തിക്കുന്ന ആളാണ്. ഇവനെ ഞാൻ ഉപയോഗിച്ചേ തീരൂ. ഇവൻ മുങ്ങിത്താണവനെ രക്ഷിച്ചു. പക്ഷേ അത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 8 വയസ്സുകാരൻ വിഷം കലർന്ന പാല് കുടിച്ചു, എന്നിട്ടും രക്ഷപ്പെട്ടു. 8 വയസ്സ്. പക്ഷെ ആ ജ്യോതിശാസ്ത്രപ്രകാരം 7 വർഷം മുമ്പല്ലേ? നിൽക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. അതൊക്കെ പറക്കിയെടുക്ക. ഈ കടലാസുകൾ അറിയാതെ പോലും ആരുടെ കയ്യിലും പെടാൻ പാടില്ല.